ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആരും നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നല്ല ഡ്രസ്സിങ് എന്നുള്ളതാണ്. ഡോണ്ട് ജഡ്ജ് എ ബുക്ക് ബൈ ഇറ്റ്സ് കവർ എന്ന് പറയും. അതായത് ഒരു പുസ്തകത്തെ അതിൻ്റെ കവർ നോക്കിയിട്ട് നമ്മൾ പരിഗണിക്കാൻ പാടില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ വിധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയോട് നമ്മൾ സംസാരിക്കുന്ന മുന്നേ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈല്, അവരുപയോഗിക്കുന്ന വാച്ച് ഏതാണ്, ഡ്രസ്സ് ഏതാണ്, അത് ഏതാ ബ്രാൻഡ്, ഷൂ ഏതാണ് എന്നൊക്കെ രീതിയിലെല്ലാം തന്നെ നോക്കാറുണ്ടല്ലേ. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ വ്യക്തിക്ക് എത്ര റെസ്പെക്റ്റ് കൊടുക്കുന്ന കാര്യം നമ്മൾ പോലും അറിയാതെ നമ്മൾ ജഡ്ജ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ ഓക്കെ ഇന്ന വ്യക്തിയാണ്, അല്ലെങ്കിൽ ഇത്ര റെസ്പെക്റ്റ് കൊടുത്താൽ മതി എന്ന രീതിയിൽ ചിന്തിക്കും. അതുകൊണ്ട് നമ്മളിലേക്ക് ഒരു വ്യക്തി അട്രാക്റ്റ് ചെയ്യപ്പെടണമെങ്കിൽ ആദ്യം തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതുതരം വസ്ത്രമായാലും അത് മനോഹരമായ രീതിയിൽ ധരിക്കുക. അതോടൊപ്പം തന്നെ നല്ല സ്മെല്ല് സ്പ്രേ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് പണം ഉണ്ടെങ്കിൽ നല്ല ബ്രാൻഡഡ് സാധനങ്ങളും വാങ്ങി ധരിക്കുന്നത് നല്ലതാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്മൈൽ എന്നുള്ളതാണ്. സംസാരിക്കുന്ന സമയത്ത് ഇളം പുഞ്ചിരി, അതായത് നല്ല പൊട്ടിച്ചിരിച്ചുകൊണ്ട് സംസാരിക്കാതെ ഇളം പുഞ്ചിരി നിങ്ങളെ കണ്ണുകളിലേക്കും നിങ്ങളെ കവിളിലേക്കെല്ലാം തന്നെ കൊണ്ടുവന്ന് സംസാരിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തി നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഭാവഭേദവും ഇല്ലാതെ സംസാരിക്കുകയാണെങ്കിൽ ഒരിക്കലും ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ നടക്കണമെന്നില്ല. എന്നാൽ സ്മൈൽ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുകയും അതോടൊപ്പം തന്നെ ആ വ്യക്തി പറയുന്ന കാര്യങ്ങൾ എല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാനുള്ള ഒരു സിറ്റുവേഷൻസ് സ്മൈൽ നിങ്ങൾക്ക് ഒരുക്കുന്നതായിരുന്നതാണ്. അതുകൊണ്ട് ചിരിച്ചുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിക്കാം. മൂന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഒരു വ്യക്തി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ഗുഡ് ലിസണർ എന്നുള്ള രീതിയിൽ നിങ്ങൾ നിൽക്കുക. പലർക്കും സംസാരിക്കാൻ താല്പര്യമാണ്, അല്ലെങ്കിൽ അവർ കുറേ കാര്യങ്ങൾ നമ്മളോട് പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും. അന്നേരം ഗുഡ് ലിസണർ എന്ന രീതിയിൽ നിങ്ങൾ പറയാം. അവരെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ കേട്ടിട്ട് അതിന് മറുപടി കൊടുക്കുക എന്നുള്ളതാണ് മൂന്നാമതായി നമ്മൾ ചെയ്യേണ്ടത്. നാലാമത്തെ കാര്യം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ പരിഗണിക്കുക എന്നുള്ളതാണ്. ഒരു വ്യക്തി നമ്മളായിട്ട് സംസാരിച്ചു, ആ വ്യക്തിയുടെ താല്പര്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് കരുതിയിട്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് നമ്മൾ അവരുമായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങൾ സംസാരിക്കുക. ഉദാഹരണത്തിന് ഒരു വ്യക്തി നിങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ആ വ്യക്തിക്ക് ഇഷ്ടം ഫുട്ബോളാണെന്ന് കരുതാം. അന്നേരം ഫുട്ബോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ്സ് അല്ലെങ്കിൽ കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കാൻ വേണ്ടി ശ്രമിക്കുക. അന്നേരം എന്തായി, അവിടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായി. അവർക്ക് അവരുടെ എക്സ്പീരിയൻസും അവരുടെ അറിവുകളും നമ്മളുമായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു താല്പര്യം ഉണ്ടാവും. അന്നേരം എന്ത് ചെയ്യും, കുറേ സമയം സംസാരിച്ചിട്ട് അവർക്ക് നമ്മളോട് ഒരു റെസ്പെക്റ്റും നമ്മളോട് ഒരു സ്നേഹം തോന്നും എന്നുള്ള കാര്യമാണുള്ളത്. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ എപ്പോഴും നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സെൽഫ് റെസ്പെക്റ്റ് കീപ്പ് ചെയ്യുക. ഉദാഹരണത്തിന് നിങ്ങൾ ഒരു ഓപ്പോസിറ്റ് സെക്സുമായിട്ടാണ് സംസാരിക്കുക, അല്ലെങ്കിൽ എതിർലിംഗമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് നടത്തത്തിലാവട്ടെ കാര്യത്തിലാവട്ടെ, അവർ ആഗ്രഹിക്കാതെ അല്ലെങ്കിൽ അവരെ പെർമിഷൻ ഇല്ലാതെ ഒരിക്കലും അവരെ പേഴ്സണൽ സ്പേസിലേക്കോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളോ ചോദിക്കാൻ പാടില്ല. മൊബൈൽ യൂസ് ചെയ്യുക, ബോഡിയിൽ ടച്ച് ചെയ്യുക, ഈ രീതിയിൽ നിങ്ങൾ ഇടപെടാതിരിക്കുക. കാരണം എപ്പോഴും നമുക്കൊരു റെസ്പെക്റ്റ് കിട്ടണമെങ്കിൽ നമ്മളെ പേഴ്സണാലിറ്റി എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ള രീതിയിലാണ് അവർ നമ്മളുമായിട്ട് ബന്ധപ്പെടുക അല്ലെങ്കിൽ നമ്മളുമായിട്ട് ഇടപഴകുക എന്നുള്ള കാര്യം മനസ്സിലാക്കാം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ആരും നിങ്ങളെ സ്നേഹിക്കുകയും നിങ്ങളേക്ക് ആകർഷിക്കപ്പെടുന്നതുമാണ്. താങ്ക് യു സോ മച്ച്.